ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു റെഡിമെയ്ഡ് കുർത്തയ്ക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണേ. അതിനായിട്ട് ആം ഹോളിൻ്റെ അവിടെ ജസ്റ്റ് ആ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ സ്ലീവ് ഓൾറെഡി ഇരിപ്പുണ്ട് ഇതിൽ, പക്ഷേ അതിൻ്റെ സൈഡൊന്നും അടിച്ചിട്ടില്ല. എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് ഉള്ളത് അത്രയും തന്നെ കസ്റ്റമർക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലീവിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് നൂലൊക്കെ കറക്റ്റ് കളർ നൂലെല്ലാം ഇട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡും തയ്ച്ചു കൊടുക്കണം. അതൊന്ന് തയ്ക്കുമ്പോൾ പൊളച്ചിലൊന്നും വരാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ചു വെച്ച് തയ്ക്കാൻ നന്നായിട്ട് ശ്രമിക്കണേ. എന്നാലേ കൈ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കൈ നല്ല പെർഫെക്ഷനോടെ ഇരിക്കത്തുള്ളൂ, കൈയുടെ എൻഡ് വന്നിട്ട്. ഇതേ കണക്കിന് അടുത്ത സ്ലീവിൻ്റെ എൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സ്ലീവ് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇതിൽ ഓൾറെഡി ആം ഹോളൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ടോപ്പിൻ്റെ ആം ഹോൾ തന്നെയായിരിക്കും, അതേ അളവിന് തന്നെയാണ് ഈ അറ്റാച്ച്ഡ് സ്ലീവിൻ്റെത് വന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് അത് ഒന്ന് ആം ഹോളിൻ്റെ അവിടുത്തെ സ്റ്റിച്ച് ഒന്ന് വിട്ടിട്ട് നമ്മൾ അവിടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. മിക്കവർക്കും പേടിയാണ്. ഇപ്പം നമുക്കൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ആം ഹോളെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് അടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആം ഹോള് ആ സ്ലീവിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വച്ചിട്ട് പതിയെ ഒന്ന് സ്റ്റിച്ച് ഒട്ടിച്ചാൽ മതി. ആ ആം ഹോളിൻ്റെ അവിടെ കൂടി തന്നെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടാവും. ആ ആം ഹോൾ കർവ് ഇങ്ങനെ മടക്കി അടിച്ചിരിക്കുന്ന ഒരു സ്റ്റിച്ച് അതിൽ കൂടെ തന്നെ അടിച്ചാൽ മതി. അതുപോലെ രണ്ട് കൈയും അങ്ങനെ തന്നെ അടിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എക്സ്ട്രാ എന്തെങ്കിലും പീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. നൂലെന്തെങ്കിലും എക്സ്ട്രാ കിടക്കുവാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നോക്കണം, നമ്മളൊന്ന് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് കൈന് വീണ്ടും മറിച്ചിടണം. നമ്മൾ തുണീന് തയ്യൽ വരുന്ന പോർഷനില്ലേ, ആ ഭാഗം ആ ബാക്ക് പോർഷനിലോട്ട് തിരിച്ചിട്ട് എത്രയാണോ കൈയുടെ വണ്ണം വരുന്നത്, ഈ ടോപ്പിൻ്റെ ആൾ ഏകദേശം ഈ തരുന്ന കൈയിൽ അത്രത്തോളം വണ്ണമുണ്ട്. അതുകൊണ്ട് എനിക്ക് അളക്കേണ്ടിയൊന്നും വന്നില്ല, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എന്നിട്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ താഴേക്ക് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ബോഡിയുടെ താഴേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഷേപ്പ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇതിന് മുന്നേ അതിന് നമ്മൾ ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കണം, എങ്ങനെയാണ് ഓക്കെ ആയോ എന്ന് നോക്കിയ ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കാം.